ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സ്നേഹമുള്ള DXN കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, MHMSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ്റെ പേര് ബിനീഷ് കുമാർ. വീട് എറണാകുളത്ത് വടുതലയിലാണ്. ഞാൻ DXNൽ സീനിയർ ക്രൗൺ ഡയമണ്ട് എന്ന പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. കൂട്ടത്തില് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമില് നമ്മുടെ പുതുപുത്തൻ കൂട്ടുകാർക്ക് DXN എന്താണ്, DXN പ്രോഡക്റ്റ് എന്താണ്, DXN മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി എന്താണ്, ഇതെല്ലാം നമ്മുടെ പുതുപുത്തൻ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാണ് MHMS. മൈ ഹോം മൈ ഷോപ്പ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എൻ്റെ വീട് എൻ്റെ കട. വർഷങ്ങളായിട്ട് നമ്മൾ തുടരുന്ന ഈ പ്രോഗ്രാമില് പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, പുത്തൻ കൂട്ടുകാര്, പേനയും പേപ്പറും ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കുറിച്ചെടുക്കുക, അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് അത് ബൈഹാർട്ടാക്കാനായിട്ട് ശ്രമിക്കുക. 2000-ലാണ് ഞാൻ DXNലേക്ക് കടന്നു വരുന്നത്. 2000-ല് DXNലേക്ക് കടന്നു വരാനായിട്ടുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് എൻ്റെ ഫാദർ കൊച്ചി പോർട്ട് ട്രസ്റ്റിലാണ്. കൊച്ചി പോർട്ട് ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛന് ഡയബറ്റിക് ഗാംഗ്രീൻ സ്റ്റേജിലെത്തി. അങ്ങനെ ഡയബറ്റിക് ഗാംഗ്രീൻ സ്റ്റേജിലെത്തിയ സമയത്ത് കാല് പഴുത്ത് മുറിക്കേണ്ട ഒരു അവസ്ഥയിൽ എറണാകുളത്തെ പ്രഗത്ഭമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അന്നത്തെ സീനിയർ ഫിസിഷ്യൻ, 2000 ആണെന്ന് ഓർക്കണം, 2000-ല് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കാല് മുറിച്ചേ പറ്റൂ, ആംബ്യൂട്ടി ചെയ്യണം. ഏറ്റവും വേഗത്തിൽ തന്നെ ആംബ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആളുടെ ലൈഫ് രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. അങ്ങനെ കാല് ആംബ്യൂട്ടി ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അച്ഛനാകെ വിഷമമായി. കാരണം അച്ഛൻ പൊതുപ്രവർത്തകനാണ്, അമ്പലത്തിലെ സെക്രട്ടറിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മമിത്രമായിട്ടുള്ള, എൻ്റെ അപ്ലൈനായിട്ടുള്ള പ്രിയപ്പെട്ട സിറാജ് സാറിനെ വിളിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ വിശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബിനീഷ് ചേട്ടാ, മലേഷ്യയിൽ നിന്ന് ഒരു കമ്പനി വന്നിട്ടുണ്ട്, അതിന്റെ പേര് DXN എന്നാണ്. ആ കമ്പനിയുടെ ഗ്യാനോഡർമ എന്ന് പറയുന്ന ഒരു അത്ഭുത കൂണുണ്ട്, മഷ്റൂം ഉണ്ട്. അതിന്റെ 100% കൂണിന്റെ ഒരു ജോഡി ക്യാപ്സ്യൂള്, RGGL എന്നാണ് അതിനെ പറയുന്നത്, RGGL ക്യാപ്സ്യൂൾ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഗാനോഡർമ ചേർന്ന ഒരു 2-in-1 കോഫി, കട്ടൻ കാപ്പി, അതും കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. അന്ന് കമ്പനി എന്താണെന്ന് അറിയില്ല, കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ വിശ്വാസ്യത എന്താണെന്ന് അറിയില്ല, കമ്പനിയുടെ ഓണറുടെ വിശ്വാസ്യത എന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് വിശ്വാസമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിറാജ് സാറിന് മാത്രമാണ്. അദ്ദേഹം പറയുന്നത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഡക്റ്റ് കൊടുത്തു. വെറും 2 ആഴ്ച കൊണ്ട് ആ കാലിലെ പഴുപ്പെല്ലാം ഒഴുകിപ്പോയി, അവിടെ മാംസം വന്ന് മൂടി. അങ്ങനെ ആ വ്രണം ഉണങ്ങി മുറിക്കേണ്ട സ്റ്റേജിൽ നിന്ന് അച്ഛൻ്റെ കാല് രക്ഷപ്പെട്ടു. ഇത് സത്യത്തില് എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെയൊക്കെ സങ്കല്പത്തില് എന്തും ചെയ്യാൻ പറ്റുന്നത് ഹോസ്പിറ്റലിനും ഡോക്ടർക്കുമാണെന്ന് കരുതുമ്പോൾ, അതൊന്നുമില്ലാതെ പ്രകൃതിയിലുള്ള പലതിനും പല മിറാക്കിൾസും കാണിക്കാൻ പറ്റും എന്ന് ബോധ്യം വന്നപ്പോൾ, അന്ന് ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അങ്ങനെ ബോധ്യം വന്ന സമയത്ത് അതെല്ലാം കളഞ്ഞുകൊണ്ട് ഈ ഒരു അത്ഭുത ഉൽപ്പന്നം, ഈ ഒരു ജെനുവിനായിട്ടുള്ള കമ്പനിയുടെ കാര്യങ്ങൾ പറയാനായിട്ട് 2000 തൊട്ട് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ ഹെൽപ്പോടുകൂടി കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നു, ഇതിലൂടെ തന്നെ ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രസ്ഥാനം കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് ഹൃദയത്തിലും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ടോട്ടലായിട്ട് കൊണ്ടു നടക്കുന്നു. ആ ഒരു കമ്പനിയെക്കുറിച്ചും അതിന്റെ പ്രോഡക്റ്റിനെ കുറിച്ചും എൻ്റെ പുതുപുത്തൻ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഷെയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് MHMS. അപ്പൊ നമ്മളുടെ മറ്റുള്ള ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം, ഈ പരസ്പരം പറയുന്ന സിസ്റ്റത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഈ സാധാരണ ഒരു മലയാളിയുടെ മനസ്സിൽ എന്നും വരുന്ന ചിന്ത എന്ന് പറയുന്നത്,
നമ്മുടെ നാട്ടിൽ പരസ്പരം പറയുന്നതിനെ വിളിക്കുന്ന ഓമനപ്പേരാണ് മണി ചെയിൻ എന്നൊക്കെ. പക്ഷെ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ബികോമിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും MBA പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ ഒരു മുഖ്യ വിഷയമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ബഹുതല വിപണനം. അതിന് ഈ ചീത്തപ്പേര് വരാനായിട്ടുള്ള കാരണം 1978 പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം അന്നത്തെ ചിട്ടി കമ്പനികളെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ ചിട്ടി കമ്പനികളെയൊക്കെ നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന നിയമം അന്ന് പോലീസ് എക്സിക്യൂട്ടീവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ അന്നുണ്ടായിരുന്ന തരികിട കമ്പനികൾ, എളുപ്പം കാശുണ്ടാക്കാൻ, ക്വിക്ക് മണി എന്ന് പറയും അല്ലെ, പിരമിഡ് പ്ലാനുകൾ, അങ്ങനെയുള്ള കമ്പനികളെ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്തു പറ്റി? വ്യക്തമായിട്ടുള്ള നിയമം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്. പക്ഷെ അങ്ങനെയുണ്ട്, അവരെല്ലാം തന്നെ ഇതൊരു ജെനുവിൻ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടായില്ല. അങ്ങനെ അതിനൊരു നിയമവശത്തിലേക്ക് കടക്കുന്നത് 2016 കേരളത്തിലാണ് എല്ലാത്തിൻ്റെയും തുടക്കം. നമുക്ക് ഒരു ഗൈഡ് ലൈൻ വന്നു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗൈഡ് ലൈൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നല്ലതാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് വളരെ സത്യസന്ധമായ ഉൽപ്പന്നങ്ങൾ കിട്ടും. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ 100% ടാക്സ് സർക്കാരിന് കിട്ടും. അതുകൊണ്ട് തന്നെ ഗൈഡ് ലൈൻ വന്നു. ഗൈഡ് ലൈനിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്നും വിപ്ലവം ഉണ്ടാക്കുന്നത് കേരളമാണല്ലോ. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കടന്നു വന്നു. ഒരു വ്യക്തിക്ക് അവന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ അത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ, പരമ്പരാഗത കച്ചവടത്തിലൂടെ വാങ്ങാം, കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ വാങ്ങാം. അവർക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൂടെ വാങ്ങാം, ടെലി മാർക്കറ്റിങ്ങിലൂടെ വാങ്ങാം. നാലാമത് പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ വാങ്ങാം. അപ്പൊ ശരിക്ക് ഇന്ത്യയില് നിയമമായിട്ട് മാറിയത് 2019 ഏറ്റവും അടുത്ത്. ഒരു നിയമത്തിന്റെ എക്സ്പ്ലനേഷൻ ഓഫ് ലോ ഈസ് നോൺ ആസ് റൂൾ എന്നാ പറയുന്നത്. നിയമത്തിന്റെ വിശദീകരണത്തിന് പറയുന്ന പേരാണ് റൂള്. റൂള് വരുന്നത് 2021 ഡിസംബർ 28 എന്ന് പറഞ്ഞാൽ 2021 അവസാനിച്ചു. ഇപ്പൊ 2022 ഇന്ത്യയില് നിയമപരമായിട്ട് ഈ ബിസിനസ് അംഗീകരിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുകയാണ് ഈ പരിപാടി. പക്ഷെ നിയമമായിട്ട് മാറിയത് 2022, അതായത് 2 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 2 കൊല്ലം മുമ്പുള്ള പല പതിറ്റാണ്ടുകൾ നടന്ന തട്ടിപ്പ് കമ്പനികൾ അവരെല്ലാം ഈ ലോകോത്തരമായിട്ടുള്ള സ്കീം അല്ലെ, അതായത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ബിൽഗേറ്റ് പറയുന്നു അല്ലെ, ഞാൻ ഇനിയൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിരിക്കും എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ട്രംപിന്റെ അല്ലെ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഞാൻ ചെയ്യുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. പക്ഷെ എന്തായാലും നമ്മുടെ നാട്ടിൽ നിയമം വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇന്നും അഭ്യസ്ത വിദ്യരായിട്ടുള്ള പലരും പോലും ഇതിനെ തെറ്റിദ്ധരിക്കുന്നത്. അതെന്റെ പ്രിയപ്പെട്ട വ്യക്തികൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് മാറി കുതിക്കുകയാണ് വളരെ വേഗത്തിൽ. ആയിരക്കണക്കിന് കോടിയുടെ ബിസിനസ്സായിട്ട് അല്ലെ, 10,000-കണക്കിന് കോടിയുടെ ബിസിനസ്സിലായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മാറി. അതില് ഇന്ത്യയില് ലോകത്ത് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്രസ്ഥാനമാണ്. അതേപോലെ ഡയറക്ട് സെല്ലിംഗ് പ്രസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് DXN. DXN എന്ന് പറയുന്ന വാക്കിന്റെ പൂർണ്ണരൂപം ദക്സൻ, DAXEN. ദക്സൻ എന്ന് പറയുന്നത് ഒരു മലേഷ്യൻ വാക്കാണ്. അതിന്റെ അർത്ഥം ട്രസ്റ്റ് വർത്തി അഥവാ വിശ്വാസ യോഗ്യമായത്. 31 കൊല്ലമായ കമ്പനി, 1993 തുടങ്ങി 31 കൊല്ലമായ കമ്പനി. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാം. ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി സത്യമാണോ അല്ലെങ്കിൽ അത് തെറ്റാണോ എന്നറിയണമെങ്കിൽ മിനിമം 5 കൊല്ലമെങ്കിലും കഴിയണം. അത്തരത്തില് 31 വർഷം പിന്നിട്ട കമ്പനി എന്ന് പറയുമ്പോൾ 100% നമുക്ക് DXN മഹാപ്രസ്ഥാനത്തെ വിശ്വസിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം 31 വർഷം പിന്നിട്ട കമ്പനി, 180-ൽ പരം രാജ്യങ്ങളിലുള്ള കമ്പനി. അതാണ് DXN എന്ന് പറയുന്നത്. 180-ൽ പരം രാജ്യങ്ങൾ. ലോക പോലീസായ അമേരിക്കയിൽ DXN ഉണ്ട്. ലോകത്ത് 1ാം നമ്പർ വെള്ളം കുടിക്കുന്ന നമ്മുടെ ഓസ്ട്രേലിയയിലെ DXN ഉണ്ട്. ഏറ്റവും കൂടുതൽ നിയമങ്ങൾ കർക്കശമായിട്ടുള്ള സൗദി അറേബ്യയില് DXN ഉണ്ട്. ദുബായ് രാജകൊട്ടാരത്തില് കഴിഞ്ഞ ഒരു വേഴവട്ട കാലമായിട്ട് നമ്മുടെ കാപ്പിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാപ്പി DXN സെബിൽ കോഫി. സെബിൽ എന്ന് പറഞ്ഞാൽ കൊട്ടാരം, പാലസ്.
നമുക്ക് നമ്മുടെ കാപ്പിയോടുള്ള പ്രിയം കൊണ്ട് അവിടെ നമുക്ക് കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്വന്തം ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള അവസരം ആര് തന്നു? ദുബായ് ഗവൺമെന്റ് തന്നു. ആ തരത്തിൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ മഹാസംഭവമാണ് നമ്മുടെ കമ്പനി DXN. നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടറുടെ പേര് ഡോക്ടർ ലിം സ്യോജിൻ എന്നാണ്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ജനിച്ചത് മലേഷ്യയിലാണ്. അദ്ദേഹം പഠിച്ചത് നമ്മുടെ ഗോരഖ്പൂർ IIT-യിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഗോരഖ്പൂർ IIT-യിൽ നിന്ന് എഞ്ചിനീയറിംഗ് എടുത്തു. മനുഷ്യ ശരീരവും കൂണും എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. ഡോക്ടർ ലിം കണ്ടത് ലോകത്ത് 38,000-ഓളം കൂണുകളുണ്ട്. ആ കൂണില് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ആ അത്ഭുത കൂണിന് അദ്ദേഹം വിളിച്ച പേരാണ് ഗ്യാനോഡെർമ. അതിനെ വിളിച്ച പേരാണ് ഗ്യാനോഡെർമ. ഗ്യാനോ മീൻസ് ഷൈനിങ്, തിളങ്ങുന്നത്. ഡെർമ മീൻസ് സ്കിൻ എന്ന് പറഞ്ഞാൽ ത്വക്ക്, തിളങ്ങുന്ന ത്വക്ക്, നിത്യ യൗവനം കൊടുക്കുന്ന കൂണ് എന്ന അർത്ഥത്തിലാണ് ഗ്യാനോഡെർമ എന്ന പേര് വന്നത്. അപ്പോ നിത്യ യൗവനം കൊടുക്കുന്ന കൂണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമ്മള് ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, ഡിസീസ് ബേസ്ഡ് അല്ല, അല്ലെ? ഡിസീസ് ഡോക്ടർ, അല്ലെ? നമ്മള് ഹെൽത്ത്, നമ്മൾ വെൽനസ് കൺസൾട്ടന്റ്, ആരോഗ്യത്തിന്റെ ആളുകളാണ്, രോഗ പ്രതിരോധ ശേഷിയുടെ ആളുകളാണ്. എന്നാൽ രോഗികൾക്ക് കൊടുക്കാം, അവരുപയോഗിക്കുന്ന മരുന്നിന്റെയൊക്കെ ഒപ്പം കൊടുത്താൽ വേഗത്തിൽ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് വെൽനസ് എന്ന് പറയുന്ന, അല്ലെ? ആരോഗ്യം, അല്ലെ? വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവരിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ ആരോഗ്യം പോയാൽ എല്ലാം പോയി, അല്ലെ? എന്തായിട്ട് എന്ത് കാര്യം? എന്നാൽ വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ്, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് പോയാൽ എന്തോ പോയെന്നേ ഉള്ളൂ. വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ബട്ട് വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവരിത്തിങ് ഈസ് ലോസ്റ്റ്. നമ്മുടെ ആരോഗ്യം പോയാൽ എല്ലാം പോയി, സമ്പത്ത് പോയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാം. എന്തുണ്ടായാലും അത് അനുഭവിക്കാനായിട്ട് നമുക്ക് മിനിമം ആരോഗ്യം വേണം. നമ്മളെല്ലാവരും മരിക്കും, അല്ലേ? ഉറപ്പാണ്. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മൾ തുള്ളിച്ചാടുന്നു, ആടിപ്പാടുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. പക്ഷെ എന്നാലും നമ്മളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് അസുഖം വന്നാൽ മതി പേടിച്ചു പോകും, അല്ലേ? ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ പേടിച്ചു. നമ്മള് ക്യാൻസർ കുഞ്ഞസുഖം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ ഹാർട്ടിന് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞാൽ പേടിച്ചു. പനി വന്നാല്, ചെറിയൊരു തലവേദന വന്നാൽ പേടിച്ചു. കാരണം എന്താണ്? മരണം നമുക്ക് ഉറപ്പാണെന്ന് നമുക്കറിയാം. പക്ഷെ മരണത്തെ നമ്മൾ പേടിക്കുന്നില്ല, നമ്മൾ തുള്ളിച്ചാടില്ല. പക്ഷേ ഒരു കുഞ്ഞു പ്രശ്നം, അത് ആരോഗ്യ പ്രശ്നമാകട്ടെ സാമ്പത്തിക പ്രശ്നമാകട്ടെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? തകർന്നു പോകുന്നു, അല്ലെ? അപ്പോ എല്ലാവർക്കും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അവർക്ക് ഗുണം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് DXN. അതുകൊണ്ടാണ് നമ്മുടെ മുദ്രാവാക്യം ഹെൽത്ത് വെൽത്ത് വിച്ച് വിൽ ഗിവ് ഹാപ്പിനെസ്. നമുക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷം നൽകുന്നു. അതാണ് നമ്മുടെ പ്രസ്ഥാനം നൽകുന്നത്. ഡോക്ടർ ലിമിന്റെ മുദ്രാവാക്യമാണ്. ധാരാളം ഡോക്ടേഴ്സ് നമ്മുടെ അപ്ലൈനായിട്ടുണ്ട്. പ്രഗത്ഭനായിട്ടുള്ള ഇന്ത്യയുടെ 2 പ്രസിഡന്റ് KR നാരായണന്റെയും വെങ്കിട്ടരാമന്റെയും പേഴ്സണൽ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ S രഞ്ജൻ നമ്മുടെ അപ്ലൈനാണ്. ഇന്ത്യ കണ്ട നമ്പർ 1 പ്ലാസ്റ്റിക് സർജൻ അതേപോലെ ഈ ഇപ്പൻകോശി ഡോക്ടർ നമ്മുടെ ക്രൗൺ ഡയമണ്ട് ആണ്. പ്രഗത്ഭയായ ഡോക്ടർ മാലതി രമണിയും അതേപോലെ പ്രൊഫസർ വസുബാലയ്യ അതേപോലെയുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ അപ്ലൈനായിട്ട് പ്രവർത്തിക്കുന്നു. 10,000-ഓളം അലോപ്പതി ഡോക്ടർമാര് DXN-ലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്ന് തിരിച്ചറിയുക. ഇന്ത്യയിൽ തന്നെ നമ്മുടെ പ്രസ്ഥാനം ഇന്ത്യയിൽ വന്നത് 2000-ലാണ്. 2000-ൽ വന്ന നമ്മുടെ പ്രസ്ഥാനത്തിന് ഇന്ന് 8ഓളം ഫാക്ടറികൾ ഇന്ത്യയിലുണ്ട്. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പടുകൂറ്റൻ ഫാക്ടറി നമ്മൾ പോകുകയാണ് അങ്ങോട്ട്, അല്ലെ? ആ ഫാക്ടറിയാണ് പോണ്ടിച്ചേരിയിൽ, നമുക്ക് തെലങ്കാനയില് സിദ്ദിപ്പേട്ട് ജില്ലയിൽ, അല്ലെ? ഏകദേശം 100 ഏക്കറില് 1000 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഫാക്ടറി നമുക്കുണ്ട്. നമ്മുടെ പുതുപുത്തൻ പ്രോഡക്റ്റുകൾ, നമ്മുടെ കമ്പൂച്ച അടക്കമുള്ള പുതുപുത്തൻ പ്രോഡക്റ്റുകൾ എല്ലാം അവിടെ നിന്ന് വലിയ അളവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നു, നാളെ നമ്മളത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഹിമാചൽ പ്രദേശില് ബദ്ദിയില് നമുക്ക് 2 ഫാക്ടറി ഉണ്ട്. പോണ്ടിച്ചേരിയില് നമുക്ക് 2 ഫാക്ടറി ഉണ്ട്. ഒറീസയില് നമുക്ക് 2 ഫാക്ടറി ഉണ്ട്. ആസാമില് നമുക്ക് 1 ഫാക്ടറി ഉണ്ട്. ഏകദേശം 8 ഫാക്ടറികൾ. ഒരു ഫാക്ടറിക്ക് ആവറേജ് നമ്മൾ ഒരു 500 കോടി കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏകദേശം, അല്ലെ, 4000 കോടി, ആയിരക്കണക്കിന് കോടി ഇന്ത്യയിൽ ഇൻവെസ്റ്റ്. ആർക്ക് വേണ്ടി? ഡോക്ടർ ലിമിന് വേണ്ടി മാത്രമാണോ? അല്ലെ? ഡോക്ടർ ലിമിന് വേണ്ടി മാത്രമല്ല. അദ്ദേഹം വളരെ ഒരു സന്യാസിയെ പോലെ, ഒരു സന്യാസി ശ്രേഷ്ഠൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കിമോണയൊക്കെ ഇട്ടുകൊണ്ട്, അല്ലെ, സന്യാസി വേഷം, ബുദ്ധ സന്യാസിമാരെ പോലെ കിമോണയൊക്കെ ഇട്ടുകൊണ്ട്
പോകുന്ന വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഡോക്ടർ ലിമ്മിന് ഈ ആയിരക്കണക്കിന് കോടി ഇന്ത്യയിൽ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ലോകം മുഴുവൻ ചൈനയിലും പെറുവിലും ബംഗ്ലാദേശിലും എല്ലാം ഇങ്ങനെ ഫാക്ടറികൾ പണിതുകൂട്ടേണ്ട ആവശ്യമില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഓർഗാനിക് ഫാമുകൾ നമുക്ക് നോർത്ത് അമേരിക്കയിൽ വാങ്ങിക്കൊണ്ടിട്ട് ആവശ്യമില്ല. പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടിയാണ്, അല്ലെ? നമുക്ക് വേണ്ടി ഇതിനകത്ത് വന്ന് പ്രവർത്തിക്കുന്ന നമുക്ക് അത്തരത്തിലൊരു കമ്പനിയിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ചു. ഞാനിത് ആമുഖമായിട്ട് പറയാനായിട്ടുള്ള കാരണം, നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പനി ജെനുവിൻ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് വിജയിക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത, മറ്റുള്ളവര് അവരുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പക്ഷെ DXNല് പ്രോഡക്റ്റ് നെറ്റ്വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മുടെ പ്രോഡക്റ്റ് തന്നെ നെറ്റ്വർക്ക് ചെയ്യും. ആരും പ്ലാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രമിച്ചിട്ടുണ്ടായില്ല. കാരണം പ്രോഡക്റ്റ് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ചില പ്രോഡക്റ്റുകളെ പരിചയപ്പെടാം. നമ്മുടെ ഏറ്റവും വലിയ പ്രോഡക്റ്റാണ് ഗാനോഡെർമ എന്ന് പറയുന്ന അത്ഭുത കൂണ്. ഞാൻ നേരത്തെ ആ കൂണിനെ കുറിച്ച് പറഞ്ഞു. ലോകം കണ്ട ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള 400ഓളം ഔഷധ ഘടകങ്ങളുള്ള കൂണാണ് ഗാനോഡെർമ. ഗാനോഡെർമയിൽ 400ഓളം ഔഷധ ഘടകങ്ങൾ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബൂസ്റ്റ് ചെയ്യുന്ന പോളിസാക്രൈഡുകൾ ഗാനോഡെർമയിലുണ്ട്. നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള രക്തക്കുഴലുകളെ വികസിപ്പിച്ച് രക്തോട്ടമെല്ലാം കറക്റ്റാക്കാൻ സഹായിക്കുന്ന അഡിനോസിൻ ഗാനോഡെർമയിലുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രിക് കറണ്ടുകൾ അല്ലെ, ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് ബോഡിയിൽ നടക്കുന്നുണ്ട്. കറണ്ടുകളെ ബാലൻസ് ചെയ്യാൻ കഴിവുള്ള ഓർഗാനിക് ജെർമാനിയം ഗാനോഡെർമയിലുണ്ട്. നമ്മുടെ ദഹനേന്ദ്രിയത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രൈറ്റർപിൻസ് ഗാനോഡെർമയിലുണ്ട്. 4 ഘടകമാണെങ്കിൽ ഇതേപോലെ 400 അത്ഭുത ഘടകങ്ങളാണ് മാധ്യമങ്ങൾ ഗാനോഡെർമയെ സർവ്വരോഗ സംഹാരി എന്ന് വിളിക്കാൻ കാരണം. നമുക്കറിയാം പല മാധ്യമങ്ങളിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത് ഗാനോഡെർമ ക്യൂവേഴ്സ് ഓൾ ഡിസീസസ്. ഗാനോഡെർമയ്ക്ക് എല്ലാ രോഗവും മാറ്റാൻ കഴിവുണ്ട്. സത്യത്തിൽ ക്ലെയിം ചെയ്യാൻ പാടില്ല, അല്ലെ? ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് അനുസരിച്ച് ഒരു അലോപ്പതി ഡോക്ടറാണെങ്കിൽ പോലും ഒരു ചികിത്സയിലൂടെയും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന 50-ൽ പരം രോഗങ്ങൾ മാറുമെന്ന് ക്ലെയിം ചെയ്താൽ അവരെ പിടിച്ചകത്തിടാം. ഏതാണ് ആ രോഗങ്ങൾ? ഡയബറ്റിക് ആകട്ടെ, പ്രഷർ ആകട്ടെ, ക്യാൻസർ ആകട്ടെ, ഹാർട്ട് അറ്റാക്ക് ആകട്ടെ, സ്ത്രീജന്യ രോഗങ്ങളാകട്ടെ, മാറുമെന്ന് പറഞ്ഞാൽ അലോപ്പതി ഡോക്ടറെ പിടിച്ചകത്തിടാം. പിന്നെയാണോ നമ്മൾ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ മാധ്യമങ്ങൾ പറയുന്നു, വാനോളം പുകഴ്ത്തുന്നു, ഗാനോഡെർമ സർവ്വരോഗ സംഹാരി, അല്ലെ? 10 വർഷത്തോളം ഡോക്ടർ KK ജനാർദ്ദനൻ സാറ് നമ്മുടെ തൃശ്ശൂർ അമലയിൽ റിസർച്ച് നടത്തി. അദ്ദേഹം ഒത്തിരി കുട്ടികൾക്ക് PhD എടുത്തു കൊടുത്തിട്ടുള്ള അദ്ദേഹം, ഗൈഡായിട്ടുള്ള അദ്ദേഹം പറയുന്നു, ഗാനോഡെർമ ഉപയോഗിക്കുന്ന വ്യക്തികൾ മാനവരാശി ഏറ്റവും കൂടുതൽ മരിച്ചു വീഴുന്ന 1ാമത്തെ രോഗം എന്ന് പറയുന്ന, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, അല്ലെ? അത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഗാനോഡെർമ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഗാനോഡെർമ ആൻഡ് ഹാർട്ട് എന്ന് MDക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പുസ്തകം തന്നെ ഉണ്ട്, ദ ഹാർട്ട് എന്ന് പറയുന്ന. ആ ഹാർട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ തന്നെ ഗാനോഡെർമ ആൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞുള്ള ഭാഗമുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാനോഡെർമ എന്ന് പറയുന്ന ആ കൂൺ ഉപയോഗിച്ചാൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ റിസർച്ചിൽ പറയുന്നു, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ഗാനോഡെർമയോ ഗാനോഡെർമ ചേർന്ന ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുക. അതേപോലെ തന്നെ മാനവരാശി ഏറ്റവും കൂടുതൽ പേടിക്കുന്ന 2ാമത്തെ രോഗം, അല്ലെ? ജീവനെടുക്കുന്ന മറ്റൊരു രോഗമാണ് ക്യാൻസർ. പകരുകയാണ്, അങ്ങോട്ട് പനി പോലെ പടരുകയാണ്, അല്ലെ? വിവിധ ക്യാൻസർ. അപ്പൊ അത് വരാതിരിക്കാൻ ഗാനോഡെർമ ഉപയോഗിക്കൂ. അപ്പൊ നമ്മൾ പറയണല്ല, DXNകാർക്ക് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയണത് പോലെ നമ്മളെപ്പോഴും നല്ലതേ പറയുള്ളൂ. പക്ഷേ വിവിധ സയന്റിസ്റ്റുകൾ നമുക്ക് ലക്ഷക്കണക്കിന് റിസർച്ച് റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ചുള്ളത് കിട്ടും. പമ്പണ്ടിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പല സൈറ്റുകളിലും നമുക്ക് ധാരാളം റിപ്പോർട്ടുകൾ പഠിച്ചാലും ഒരായുസ് കൊണ്ട് പഠിച്ചാൽ തീരാത്ത അത്രയും റിസർച്ച് റിപ്പോർട്ടുകൾ. സോ ഇത് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. മന്ന എന്നാണ് കൂണിനെ പറയുന്നത്, അല്ലേ? മന്ന വർഷിച്ചു എന്നാണ് ബൈബിളിലും ഖുറാനിലും ഒക്കെ പറയുന്നത്. മന്നയില് കുമിളുണ്ടായിരുന്നു. ദൈവികമായിട്ടുള്ള ഒരു കൂണ്. ആ കൂണാണ് ഗാനോഡെർമ. ഗാനോഡെർമ 100% ചേർന്ന RGGL എന്ന് പറയുന്ന ക്യാപ്സൂൾ നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. 3 ആഴ്ച പ്രായമായ കൂണിന്റെ വേരിന്റെ ഭാഗം തണുപ്പിച്ചുണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന ക്യാപ്സൂളിനെ പറയുന്ന പേരാണ് GL, ഗാനോസിലിൻ. 3 മാസം പ്രായമായ കൂണിന്റെ കൊടയുടെ ഭാഗം തണുപ്പിച്ചുണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന ക്യാപ്സൂളിനെ വിളിക്കുന്ന പേരാണ് ഋഷി ഗാനോ, RG. ഇതാണ് നമ്മൾ പറയില്ലേ ദൈവപുത്രൻ എന്ന് പറയും, അല്ലെ? ദൈവപുത്രൻ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പണ്ട് പറയില്ലേ, ഒരു പഴയ പാട്ടില്ലേ, എന്താണ്? ദൈവപുത്രനു വിധിയൊരുക്കുവാൻ
സ്നാപക യോഹന്നാൻ വന്നു എന്ന് കേട്ടിട്ടില്ല? ദൈവപുത്രനായ RGGL. അതിന് വീതി ഒരുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗാനോഡർമ ചേർന്ന കാപ്പി, ഗാനോഡർമ ചേർന്ന വിവിധ ഇനം ചായകളൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ ചൂടിലേക്ക് കിടക്കും, മഴ മാറി ചൂടിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ടീ ആണ് ലെമൺ ടീ എന്ന് പറയും. നാരങ്ങ നമുക്കറിയാം, അത് തന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ടീ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയ ആന്റി ഓക്സിഡന്റ് ആണ്, അല്ലേ? അപ്പോ ഗാനോഡർമ ചേരുന്നു, അതിനകത്ത് ടീ ഉണ്ട്, അതിനകത്ത് ലെമൺ ഉണ്ട്, നാരങ്ങയുണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള ലെമൺ ടീ പോലെയുള്ള നല്ല ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള, അത് നമുക്ക് ചായ ആയിട്ട് കുടിക്കണമെന്നില്ല, നമ്മളത് കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് 2 ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ചേർത്ത് കുടിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ എനർജറ്റിക് ആകും. അതിന്റെ ഇടയിൽ കൂട്ടത്തിൽ ക്യാൻസറും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഓളി ഒഴിച്ചത് നമ്മൾ അറിയുന്നില്ല. ആ തരത്തിൽ വളരെ നല്ല ടീ, അല്ലെ? വിവിധ തരം ടീ, അതേപോലെ എല്ലാ തരത്തിലുള്ള ഔഷധ ഘടകങ്ങളും ചേർത്തിട്ടുള്ള പലതരത്തിലുള്ള ടീ, മസാല ടീകൾ നമുക്കുണ്ട്. പലതരത്തിലുള്ള ടീ, ഇനി ഗാനോഡർമ മാത്രം ചേർത്തിട്ടുള്ള നമുക്ക് ടീ നമുക്കുണ്ട്, ഗാനോ ടീ നമുക്കുണ്ട്, വിവിധ തരം ടീകൾ. അതുപോലെ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് പലതരത്തിലുള്ള കോഫികൾ, 2 in 1 കോഫി, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ക്രീമറി ചേർത്തിട്ടുള്ള 3 in 1 കോഫി, ഗാനോഡർമ പോലെ തന്നെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു വലിയ ഔഷധക്കൂണായിട്ടുള്ള കോഡിസെപ്പ് ചേർത്തിട്ടുള്ള കോഡിസെപ്പ് കോഫി, അങ്ങനെ പലതരം കാപ്പികൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോപ്പ് സാധാരണ നമുക്കറിയാം, ഗ്രേഡ് 1 സോപ്പ് എന്ന് പറയുന്ന നമുക്ക് TFM 71 കൂടുതലുള്ള ഗ്രേഡ് 1 സോപ്പ്, അതിനകത്ത് ഗാനോഡർമ ചേർത്തുകൊണ്ട് സൂപ്പർ സോപ്പ് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കുണ്ട്. 23 വിവിധ തരം കെമിക്കൽ ചേർന്നിട്ടുള്ള പേസ്റ്റ് ആണ് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഉപയോഗിച്ചതെങ്കിൽ, ഈ പേസ്റ്റ് നമ്മുടെ കുടലിലും നമ്മുടെ ആമാശയത്തിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വായിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഗാനോഡർമ ചേർന്ന, മെന്തോള്, പുതിനയിലയുടെ സത്ത് ചേർന്ന, അതേപോലെ തന്നെ ഫുഡ് ജെല്ല് ചേർന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല സൂപ്പർ പേസ്റ്റ്, മൾട്ടി പർപ്പസ് ആയിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. ഫോസ്ഫറസ് ഒന്നും ചേരാത്ത നല്ല ഷാമ്പു, ഡെയിലി ഉപയോഗിക്കാവുന്ന ഷാമ്പു, ഗാനോഡർമ ചേർന്ന ഷാമ്പു നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. വിവിധ തരം പ്രോഡക്റ്റുകൾ, മസാജിങ് പർപ്പസിന് മസാജ് ഓയിൽ നമുക്കുണ്ട്. കുട്ടികൾക്ക് ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന കൊക്കോ വാനില കൂണി ചേർന്നിട്ടുള്ള, അല്ലെ, വളരെ റിസൾട്ട് തരുന്ന, കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റുക, ഒപ്പം അവരുടെ ബ്രെയിനിനെ വളർത്താൻ സഹായിക്കുക. ഓർഗാനിക് ജെർമാനിയം ഉണ്ട് അതിനകത്ത്. GL എന്ന് പറയുന്നത് അതിനകത്ത് ഓർഗാനിക് ജെർമാനിയം ഉണ്ട്. ഓർഗാനിക് ജെർമാനിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ആ പവറിനെ ബൂസ്റ്റ് ചെയ്യും, അല്ലെ? അപ്പോൾ നമ്മുടെ മെമ്മറി കൂടാനായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു കൊക്കോസി നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നം. എന്നാൽ ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണാഹാരം എന്ന് വിളിക്കുന്നത് ഒരേ ഒരു ഫുഡിനെയാണ്. ആ ഫുഡിനെ വിളിക്കുന്ന പേരാണ് സ്പൈറുലിന, അല്ലെ? ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. അതിന്റെ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഫൈക്കോസയനിൻ എന്ന് പറയുന്ന ഏറ്റവും പവർഫുൾ ആയ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. അതിന്റെ ഒരു ചെറിയ ഡോസിന് 1 ലക്ഷം രൂപ വില വരും. ക്യാൻസർ പോലെയുള്ള മഹാമാരികൾക്കൊക്കെ പലപ്പോഴും കൊടുക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഫൈക്കോസയനിൻ അതിനകത്തുണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. ഗ്രീൻ കളർ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ആണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ് അനീമിക്, രക്തക്കുറവ്. പുത്തൻ രക്തം ഉണ്ടാക്കാൻ പച്ചല കഴിക്കുക, അല്ലെ, പച്ച കഴിക്കുക. സോ ഗ്രീൻ കളർ ക്ലോറോഫിൽ ആണ്, നമുക്ക് പുത്തൻ രക്തം ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അതിനകത്ത് ഓൾ സ്പെക്ട്രം ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വൈറ്റമിൻ മിനറലിന്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രശ്നങ്ങൾ വരും. പൊട്ടാസ്യം കുറഞ്ഞാൽ നമുക്ക് കുഴഞ്ഞു വീഴും, അല്ലേ? നമുക്കറിയാം പലതും, സിങ്കിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് പോകും, മാഗ്നീഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ആമാശയത്തിന്റെ ഹെൽത്ത് പോകും. നമ്മുടെ എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഓൾ സ്പെക്ട്രം ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള 18 എസെൻഷ്യൽ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഡോക്ടേഴ്സ്, അലോപ്പതി ഡോക്ടേഴ്സിന്റെ സംഘടന, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് മാത്രമുള്ള WHO, അല്ലെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരേ ഒരു പ്രോഡക്റ്റിനെയാണ് സൂപ്പർ ഫുഡ്, അതാണ് നമ്മുടെ സ്പൈറുലിന. എന്നാൽ സ്ത്രീകളുടെ കൂടപ്പിറപ്പ് എന്ന് പറയുന്ന നോനി ജ്യൂസ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്, അല്ലെ? പീരീഡ് കറക്റ്റ് ആകാൻ, പീരീഡ് ടൈമിലുള്ള പെയിൻ മാറാൻ, നമുക്കുള്ള ആമാശയത്തില് നമ്മുടെ വയറു സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ, പീരീഡിന് മുമ്പുള്ള ഹോർമോൺ ഇംബാലൻസ് മൂലമുള്ള ദേഷ്യം കുറയാനായിട്ട്, വിവിധ കാര്യത്തിന്, നമ്മുടെ സന്ധികളിലൊക്കെയുള്ള വേദന മാറാൻ നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കാവുന്ന നോനി ജ്യൂസ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കരളിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന റോസലെ ജ്യൂസ് നമുക്കുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് നമുക്ക് 2 ഐസ് ക്യൂബ് ഒക്കെ ഇട്ടുകൊണ്ട് നല്ല കൂൾ ഡ്രിങ്ക്സ് പോലെ നമുക്ക് റോസലെ ജ്യൂസ് കൊടുക്കാം. റോസലെ ജ്യൂസ് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അത് സ്ട്രെസ് റിലീവ് ചെയ്യുന്നുണ്ട്, ടെൻഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നമുക്ക് അങ്ങനെയുള്ള റോസലെ ജ്യൂസ് നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്.
വിവിധ തരത്തിലുള്ള ഉൽപ്പന്നം. അതുകൂടാതെ നമുക്ക് ഏകദേശം നമുക്ക് അറിയാവുന്ന പ്രഗത്ഭമായിട്ടുള്ള ആയുർവേദിക് ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ട്. നീം അല്ലെ, ആര്യവേപ്പ് നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രോഗപ്രതിരോധ ആര്യവേപ്പുണ്ട്. ബ്രഹ്മി ഓർമ്മശക്തി കൊടുക്കാം. നമുക്ക് ആയുർവേദിക് പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ ടാബ് ബ്രഹ്മിയുണ്ട്. നമുക്ക് ത്രിഫലയുണ്ട് അല്ലെ, ത്രിഫല നമുക്ക് ഉൽപ്പന്നമായിട്ടുണ്ട്. ബ്ലാക്ക് ക്യുമിൻ ഉണ്ട്, കരിഞ്ജീരകമുണ്ട്. കൊറോണ പീരീഡിൽ നമ്മൾ ഒത്തിരി കേട്ട പേരുകളാണ് ഇതൊക്കെ അല്ലെ, കരിഞ്ജീരകം. ഇതിന്റെയൊക്കെ ടാബുകൾ നമുക്ക് ഉൽപ്പന്നമായിട്ട് ഉണ്ട്. ഇപ്പൊ നമുക്ക് കോഡിസെപ്പിന്റെ ടാബും അതേപോലെ തന്നെ നമുക്ക് നോണിയുടെ ടാബ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആയുർവേദിക് പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് ധാരാളം. ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറിയത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത് കൊമ്പൂച്ച, നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്ന വയറ്. ഇപ്പൊ സ്ട്രെസ് കൂടുന്ന സമയത്ത് പലരും പറയും അത് സൈക്കോളജിക്കൽ ആണോ എന്ന് പറഞ്ഞാല് മനസ്സിനെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആയ വയറ് കറക്റ്റ് ചെയ്യാൻ പറയും. വയറ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കൂടും. എല്ലാ രോഗങ്ങളുടെയും തുടക്കം നമ്മുടെ വയറ്റിൽ നിന്നാണ് അല്ലെ. വയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള അല്ലെ, ആർട്ടിഫിഷ്യൽ ആയ ഫ്ലവേഴ്സോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസോ ഒന്നും ചേർക്കാതെ ലോകോത്തരമായിട്ടുള്ള ക്വാളിറ്റിയിൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ തെലങ്കാന ഫാക്ടറിയിൽ സിദ്ദിപ്പേട്ട് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കൊമ്പൂച്ച, വിവിധ തരം കൊമ്പൂച്ച വരുന്നുണ്ട് നമുക്ക്. അപ്പൊ അത് നമുക്ക് നമ്മുടെ വയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. സൂപ്പർ പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം അത് കൂടാതെ നമുക്കിപ്പോ നമ്മുടെ തറ കഴുകാനാണെങ്കിലും കാറ് കഴുകാനാണെങ്കിലും മൾട്ടി ക്ലീനർ നമുക്കുണ്ട്. അതേപോലെ തന്നെ വളരെ ആറ്റുനോറ്റ് നമ്മൾ കാത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബ്യൂട്ടി കിറ്റ്. എല്ലാവരും അലോവേരയുടെ നല്ല ക്ലെൻസർ ഉണ്ട്, നമുക്ക് ടോണർ ഉണ്ട്, അതിന്റെ അതേപോലെയുള്ള മാസ്ക് ഇടാനായിട്ട് അതുണ്ട്. ആ തരത്തില് വിവിധ തരം അലോവേരയുടെ പ്രോഡക്റ്റുകൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്ന നല്ല ബ്യൂട്ടി കിറ്റുകൾ നമുക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ ലേറ്റസ്റ്റ് ക്രൗൺ ഡയമണ്ട് മീറ്റിംഗിന് വേണ്ടി ഞങ്ങൾ തെലങ്കാനയിൽ ചെന്നപ്പോ അവിടെ ഗാർമെന്റ്സ് ഇറങ്ങുകയാണ്. നല്ല ഹൈ ക്വാളിറ്റി ഗാർമെന്റ്സ്, നമുക്ക് ഷർട്ട് അതേപോലെ തന്നെ നമ്മുടെ ടീഷർട്ട്, നമുക്ക് ഉപയോഗിക്കാവുന്ന അണ്ടർ ഗാർമെന്റ്സ് ഇതെല്ലാം വരികയാണ്. വിവിധ പ്രോഡക്റ്റുകൾ വരികയാണ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഡിസെപ്പിന്റെ ബിസ്ക്കറ്റ് വരുന്നു. അത് 50 രൂപ 60 രൂപയൊക്കെ വിലയുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് കോഡിസെപ്പിന്റെ ബിസ്ക്കറ്റ് കൂടാതെ നമുക്ക് സ്പാലിന ബിസ്ക്കറ്റും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഫാക്ടറിയുടെ ഇൻചാർജായ ഗിരി എന്ന് പറയുന്ന മലയാളി, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഇനി ഗാനോഡർമ ഇല്ലാത്ത ചില ബാർ സോപ്പുകള് അതേപോലെ ഇത്തരത്തിൽ വില കുറഞ്ഞ നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളും DXN കൊണ്ടുവരികയാണ്. 90ഓളം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ തന്നെയുണ്ട്. അത് 500 ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? കണക്കിന് കോടിയുടെ ഫാക്ടറി ആർക്ക് വേണ്ടിയാണ്? ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ഈ ഒരു സിസ്റ്റത്തിന് ഈ 2 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിയമപരമായിട്ട് അംഗീകാരം കിട്ടിയത് ആർക്ക് വേണ്ടിയാണ്? തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയാണ്. എക്സ്ട്രാ ഇൻകം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സിസ്റ്റത്തിൽ വരുമ്പോൾ, നമ്മൾ ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ് എന്ന് തിരുത്തി വായിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ 36,000 പേരാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ മാത്രം ആത്മഹത്യ ചെയ്തത്. അതിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം സാമ്പത്തിക പ്രശ്നം. കേരള ഗവൺമെന്റ് തന്നെ പുതിയൊരു നിയമം കൊണ്ടുവന്നു. ഇനി ആരെങ്കിലും ജപ്തി ചെയ്യാനായിട്ട് ഒരു വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ജപ്തി തടയാൻ 5 വർഷത്തോളം അവർക്ക് സാവകാശം കൊടുക്കാൻ ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചു. അവർക്ക് 20 ലക്ഷം രൂപ വരെ അതിനകത്ത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള പവർ സർക്കാരിന് വരുന്ന തരത്തിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാരണം? ഈ 36,000 പേര് മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുപോയി ആ രോഗത്തിനെ വിളിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് എന്നല്ല, ആ രോഗത്തിനെ വിളിക്കുന്നത് ക്യാൻസർ എന്നല്ല, ആ രോഗത്തിനെ വിളിക്കുന്നത് ഡയബറ്റിക് എന്നല്ല, പ്രഷർ എന്നല്ല, ആ രോഗത്തിനെ വിളിക്കുന്നത് സാമ്പത്തിക ബാധ്യത, സാമ്പത്തിക പ്രശ്നം. നമ്മളെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെ, പട്ടികളെ പോലെ ജീവിക്കാതെ പച്ച മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് കൊതിക്കുകയാണ്. എന്തിനും അല്ലെ, എന്തിനും ഏതിനും. ഇപ്പൊ ചുരൽമലയില് വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ, വയനാട് ദുരന്തം ഉണ്ടായപ്പോ പറഞ്ഞ വാക്ക് അല്ലെ, അവിടെ വന്ന് ഒരു വളരെ സന്യാസി തുല്യനായ വ്യക്തി പറഞ്ഞ വാക്ക്, അദ്ദേഹം പറഞ്ഞ വാക്ക് പ്രാർത്ഥന നല്ലതാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ പ്രെയർ അല്ല വേണ്ടത്. പ്രെയർ വേണം, പക്ഷെ ഇപ്പൊ നിങ്ങൾ വേണ്ടത് പേ ആണെന്ന് അല്ലെ. പ്രെയർ അല്ല അല്ലെ, പ്രേ എന്നല്ല, പേ. നിങ്ങള് മാറ്റിയിട്ട് ആദ്യം പൈസ കൊടുക്കാൻ. കാര്യം അവർക്ക് നമ്മൾ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം വീട് വെക്കാൻ പറ്റുള്ളൂ.
പ്രാർത്ഥന വേണം. അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ, വസ്ത്രം കിട്ടും. അപ്പോ ഏത് വ്യക്തികളും, സർക്കാർ ജീവനക്കാർ പണ്ട് ഗ്ലാമറുള്ള ജോലിയാണ്, ഇന്ന് ഗ്ലാമറുള്ള ജോലിക്കാർ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. കാരണം ശമ്പളം പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെയാണോ പെൻഷൻ, അല്ലെ? ആയിരക്കണക്കിന് കോടി കടമെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരന്ത്യം വന്നു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഗ്ലാമറായിരുന്ന പല ജോലികളും ഇന്ന് ആ ജോലികൾക്ക് ഗ്ലാമർ ഇല്ല എന്ന് നമ്മൾ ഓർത്ത് കാണണം, അല്ലെ? നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മൾ ഈ തരത്തിലുള്ള കൈത്തൊഴിലുകളാണ്. പ്ലംബിങ്, അതേപോലെയുള്ള കാർപ്പൻട്രി വർക്ക്, അതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് മണിക്കൂറിന്. അപ്പൊ നമ്മൾ ഗ്ലാമർ എന്ന് പറഞ്ഞ ജോലികൾ സാമ്പത്തികമില്ലെങ്കിൽ അതിന്റെ ഗ്ലാമർ നഷ്ടപ്പെടും. അപ്പൊ ആ തരത്തിൽ പ്രതിസന്ധി ഉള്ളപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് കാര്യങ്ങൾ മാത്രം മുടക്കിക്കൊണ്ട് നമുക്ക് നമ്മൾ സ്വപ്നം കാണുന്ന ഇൻകത്തിലേക്ക് കുതിക്കാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റിംഗ് സിസ്റ്റം, വലിയൊരു ഇൻകം പ്ലാൻ സിസ്റ്റം DXNലുണ്ട്. ആ പ്ലാൻ സിസ്റ്റത്തിൽ നമ്മൾ മുടക്കേണ്ടത് രണ്ടേ കാര്യം മാത്രം. ഒന്ന് ടൈം, രണ്ട് ടാങ്ക്. നമ്മൾ മുടക്കേണ്ടത് കുറച്ച് സമയം, നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമയം. നമ്മൾ അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, നമ്മൾ എഞ്ചിനീയർ ആയിക്കോട്ടെ, കൂലിപ്പണിക്കാരനാകട്ടെ, കൽപ്പണിക്കാരനാകട്ടെ, വിദ്യാർത്ഥി ആകട്ടെ, വീട്ടമ്മയാകട്ടെ, കുറച്ച് സമയം എല്ലാവർക്കും ഉണ്ടാവും, അല്ലെ? മൊബൈൽ കളിക്കുന്ന കുറച്ച് സമയം, വീട്ടിൽ നമ്മൾ അനാവശ്യമായിട്ട് കളയുന്ന കുറച്ച് സമയം, നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി, അല്ലെ? എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി. അപ്പോ രാജീവ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ EMI അടക്കാൻ വേണ്ടി, അല്ലെ? നമുക്ക് റെഗുലർ ആയിട്ട് വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ EMI അടക്കാൻ വേണ്ടി. വയ്യാത്ത ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ആ വയ്യാത്ത അവസ്ഥയിൽ ഒരു പെൻഷൻ ഇൻകം, നമുക്ക് പെൻഷൻ തരാനായിട്ട് സർക്കാരിനും അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസിക്കും പറ്റില്ല. ആ സമയത്ത് നമുക്കൊരു പെൻഷൻ ഇൻകം കിട്ടാൻ നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പറഞ്ഞു പോയേ പറ്റൂ, അല്ലെ? എത്ര പേരാണ്, പലരും നമ്മ കണ്ടില്ലേ, അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ദുരന്തത്തില് കുടുംബത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് 12 പേരൊക്കെ മരിച്ചു ഒറ്റക്ക് നിൽക്കുന്ന ആളെയൊക്കെ നമ്മ വയനാട്ടിൽ കണ്ടില്ലേ? അങ്ങനെ വന്നാൽ ഒറ്റപ്പെട്ടു പോകുന്നത് നമ്മുടെ ഭാര്യ ആണെങ്കിൽ, നമ്മുടെ മക്കളാണെങ്കിൽ, അവരെ ഒരു കൈത്താങ്ങായിട്ട് സാമ്പത്തികത്തിൽ കൊണ്ടു നടക്കാൻ DXN പ്ലാനിന് കഴിയും. ആ പ്ലാനാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ പ്ലാനിനെ വിളിക്കുന്ന പേരാണ് സിംബ്. അതിനെ വിളിക്കുന്ന പേരാണ് സിംബ്, സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. വളരെ സിമ്പിൾ ആയിട്ട് ലോകത്ത് സൺഫ്ലവർ പ്ലാനില് ഇത്രയും സിമ്പിളായ പ്ലാൻ ആരും കൊടുത്തിട്ടില്ല. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ ആരുമായിട്ട്. സിംബ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഓരോ ഉൽപ്പന്നം മേടിക്കുമ്പോഴും നമുക്ക് ആ ഉൽപ്പന്നത്തിന് നിങ്ങൾ അതിന്റെ ബില്ലെടുത്ത് നോക്കിയാൽ PV എന്ന് കാണും, പോയിന്റ് വാല്യൂ. പോയിന്റ് വാല്യൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രൊമോഷനാണ്. സ്റ്റാർ ഏജന്റ്, സ്റ്റാർ റൂബി തുടങ്ങിയ പ്രൊമോഷൻ നമുക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് SV എന്ന് കാണാൻ പറ്റും, സെയിൽസ് വാല്യൂ. ആ സെയിൽസ് വാല്യൂവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇൻകം ആണ്, നമുക്ക് ഇൻസെന്റീവ് ലഭിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു മാസം മിനിമം 1000 PV ചെയ്യുക. ഇപ്പൊ ആ സങ്കല്പം എല്ലാവരും വിട്ടുകഴിഞ്ഞു, അല്ലെ? മിനിമം 1000 PV ചെക്ക് വരാനായിട്ട്. അത് നമ്മളൊരു സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ മിനിമം 3000 PV ചെയ്യുക. അത് 30,000 ചെയ്യാൻ പറ്റിയാൽ അതനുസരിച്ച് നമ്മൾ ഭാഗ്യവാന്മാർ, നമ്മുടെ ഇൻകം കൂടി വരും. നമ്മളൊരു സ്ലാബിലൂടെ കടന്നു പോകും. 1000 പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ 6%-ലെത്തി. 3000 പോയിന്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ 9%-ലെത്തും. 10,000 പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ 12%-ലെത്തും. 20,000 പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ 15%-ലെത്തും. 32,500 പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ 18%-ലെത്തും. നമ്മൾ 45,000 പോയിന്റ് ചെയ്യുമ്പോൾ 21%-ലെത്തും. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ 45,000 പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ 21%-ലെത്തി. സ്റ്റാർ ഏജന്റ് എന്നുള്ള ഒരു ഓമന പേര് കിട്ടി. ഒരു സ്റ്റാർ ഏജന്റ് 3000 സ്വന്തം PV ചെയ്യാൻ തുടങ്ങിയാൽ അന്നുതൊട്ട് അദ്ദേഹത്തെ വിളിക്കുന്നത് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് എന്നാണ്. ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം എല്ലാ സ്റ്റാർ ഏജൻസും ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകാൻ സ്വന്തം കോഡ് നമ്പറിൽ PPV ആയിട്ട് 3000 പോയിന്റ് ചെയ്യണം. അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ്. നമ്മുടെ കരിയറിനെ പറയുന്നത് സ്റ്റാർ ഏജന്റ് ആകുക, 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കുക. സ്റ്റാർ ഏജന്റ് ആകുക, 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കുക. നിങ്ങൾ ഒരാളെ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആക്കിയാൽ 27% കിട്ടും. 2 പേരെ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആക്കിയാൽ 29 കിട്ടും. 3 പേരെ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആക്കിയാൽ 31% കിട്ടും. നമ്മളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ റൂബി. സ്റ്റാർ റൂബിയായി മാറുമ്പോൾ നമുക്കൊരു 15,000 രൂപ മൊബൈൽ ഫോൺ മേടിക്കാൻ മൊബൈൽ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കും. 4ാമത്തെ ആള് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ 33%. നമുക്ക് 5ാമത്തെ ആളാകുമ്പോൾ 35%. 6ാമത്തെ ആളാകുമ്പോൾ നമുക്ക് 37%. അങ്ങനെ നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആയിട്ട് മാറുന്നു. അപ്പൊ 6 പേര് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകുമ്പോൾ നമ്മൾ 37%-ലെത്തുന്നു.
നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആയിട്ട് മാറുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള 9 ഇൻകം നമുക്ക് ലഭിക്കും. നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് പുറകെ പഠിക്കാതെ എന്താണെന്നൊക്കെ പുറകെ മറ്റുള്ള മീറ്റിങ്ങുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾ ഗ്രൂപ്പ് ബോണസ് കിട്ടും, അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ബോണസ് കിട്ടും, ലീഡർഷിപ്പ് ബോണസ് കിട്ടും, ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് കിട്ടും. ഇത് കൂടാതെ നമുക്ക് ട്രിപ്പുകളുണ്ട്. ഇന്ത്യൻ ട്രിപ്പ് ഉണ്ട്, ഇന്റർനാഷണൽ ട്രിപ്പുകളുണ്ട്. ഇപ്പൊ ഞാനും രാജീവ് സാറും സിറാജ് സാറും ദിലീപ് സാറും അടക്കം നമ്മുടെ ഓരോ ലീഡേഴ്സും കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് 10-30 രാജ്യങ്ങള് കുടുംബസമേതം പോയത് നമുക്ക് ഫ്രീ ട്രിപ്പ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ എല്ലാവരും ഈ സിംപിൾ പ്ലാനിലൂടെ വന്ന് എൻജോയ് ചെയ്യുക. അതിന് ചെയ്യേണ്ട ഒരേ ഒരു ഒറ്റമൂലി, നിങ്ങളൊരു 6 ലൈൻ ചാർട്ട് ഉണ്ടാക്കുക. ആ 6 ലൈൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ആ ചാർട്ടിൽ 6 പേരെ ഫില്ല് ചെയ്യുക. അവരെ നിരന്തരമായിട്ട് ഓൺലൈൻ മീറ്റിംഗിലും ഓഫ്ലൈൻ മീറ്റിംഗിലും കയറ്റി ഇറക്കുക. അവർ പതുക്കെ പതുക്കെ പ്രോഡക്റ്റും പഠിക്കും, കമ്പനിയും പഠിക്കും, പ്ലാനും പഠിക്കും. അവർ സിംപിൾ പ്ലാൻ, ആ സിംപിൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് 60 രൂപ തൊട്ട് 2 കോടി രൂപ മേടിക്കുന്ന ബുദ്ധിമാൻ സലീം വരെയുണ്ട്. നമ്മുടെ ഇന്ത്യയില് 35 ലക്ഷത്തിൽ പരം മേടിക്കുന്ന ധർമ്മശീല, രാജീവ് സാറിന്റെ 51ാമത്തെ ജനറേഷനായിട്ട് ധർമ്മശീല മേഡമൊക്കെ മേടിക്കുന്നു സിംപിൾ പ്ലാനിലൂടെ. 60 രൂപ തൊട്ട് 2 കോടി രൂപ മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നുകൊണ്ട് ഷോർട്ട് ടേം കൊണ്ട്, കാരണം DXന്റെ മീറ്റിംഗ് വേദികളിലേക്ക് നോക്കുമ്പോൾ പലരും നമ്മളെ ചെറുതായിട്ട് ഒന്ന് കളിയാക്കാറുണ്ട്. എല്ലാം ഈ 40 കഴിഞ്ഞ ആളുകളാണ്, എല്ലാം 50 കഴിഞ്ഞ ആളുകളാണ്, ഇവരെന്താണ് ഒന്ന് ഓടിച്ചാടി വർക്ക് ചെയ്യുന്നത്, നമ്മുടെ എല്ലാം ഈ ഗ്രീസ് തീർന്ന ആളുകൾ എന്നൊക്കെ പറയും അല്ലെ, അല്ലെങ്കിൽ കാലാവധി തികഞ്ഞ ആളുകൾ. പക്ഷെ നമ്മൾ പല തട്ടിപ്പ് കമ്പനികളുടെ മീറ്റിംഗ് ചെല്ലുമ്പോൾ ചെറുപ്പക്കാരുടെ പ്രളയമാണ്. കാരണം അവരെന്താണ്, അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഈഗർ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കണം. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കിട്ടണം. കമ്പനി അത് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഏത് ബൈനറി കമ്പനിയും കോമ്പറ്റീറ്റ് ചെയ്യുന്ന തരത്തില്, കമ്പനി ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആ പ്ലാനിനെ പറയുന്ന പേരാണ് IOC, ഐസിംഗ് ഓൺ ദ കേക്ക്. അപ്പൊ നമ്മുടെ സിംപിൾ പ്ലാൻ ഏതാണ്? മദർ പ്ലാൻ. അതിൽ നിന്നുകൊണ്ട് വ്യക്തി വന്നാൽ ആദ്യം 1000 പോയിന്റ് അടച്ചുകൊണ്ട് ആ സിംപിൾ പ്ലാനിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഉടൻ തന്നെ IOC സ്റ്റാർട്ട് ചെയ്യുക. എന്താ IOC? ഐസിംഗ് ഓൺ ദ കേക്ക്. കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മദർ പ്ലാൻ ആണ്, സിംപിൾ പ്ലാൻ. അതിന് ഐസ്ക്രീം ഒക്കെ ഇട്ട് നല്ല മധുരം വെക്കുന്നതാണ് ഐസിംഗ് ഓൺ ദ കേക്ക്. അപ്പൊ IOCയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ പ്രക്രിയ തുടങ്ങുന്നു. നമ്മൾ വിളിക്കുന്നത് 2 കാറ്റഗറിയാണ് DXനിലുള്ളത്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടർ. ഇതിലൂടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാൻ പവർ. മനുഷ്യശക്തിയെ ഗുണിച്ചുകൊണ്ട് 36 ഗുണിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നവരല്ലേ, അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. വേറൊരു കാറ്റഗറി ഉണ്ട്, അത് കസ്റ്റമേഴ്സ് ആണ്. പക്ഷെ നമ്മൾ ഇത് തെറ്റിദ്ധരിക്കും. കസ്റ്റമർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ ശാരീരിക പ്രശ്നങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കണം. അപ്പോൾ അവരോട് ചെന്നിട്ട് നമ്മൾ എത്രമാത്രം പ്ലാൻ പറഞ്ഞാലും അവരിലേക്ക് അത് കടന്നു ചെല്ലില്ല. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ പറയേണ്ടത്, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് വേണ്ടേ? അതിനെ വിളിക്കുന്ന പേരാണ് മൈ ഹോം മൈ ഷോപ്പ്. എന്റെ വീട് എന്റെ കട. നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് വേണ്ടേ? നമുക്ക് 34 ഷോപ്പ് കേരളത്തിലുണ്ട്, 500ഓളം ഷോപ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമുക്ക് ചെന്നൈയിൽ നിന്ന് ഓൺലൈനായിട്ട് വരുത്താം. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഷോപ്പ് വേണ്ട. അതിനാണ് തിങ്കളാഴ്ച നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് തന്നെ, മൈ ഹോം മൈ ഷോപ്പ്, എന്റെ വീട് എന്റെ കട. ഈ ഇരിക്കുന്ന 80 കൂട്ടുകാരോടും ഞാൻ പറയുന്നത്, ഒരു ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ നായകനായ, അതായത് ദൈവപുത്രൻ, ദൈവമായ RGGL ഉണ്ടോ? നമ്മുടെ ലോകാരോഗ്യ സംഘടന സമ്പൂർണ്ണാഹാരം എന്ന് പറയുന്ന നമ്മുടെ സ്പൈർലിന ഉണ്ടോ? നമ്മുടെ കാപ്പികളുണ്ടോ? നമ്മുടെ ചായ ഉണ്ടോ? നമുക്ക് വിവിധ പ്രോഡക്റ്റുകൾ അല്ലെ, ഇപ്പൊ ഏറ്റവും അത്യാവശ്യമുള്ള കമ്പൂച്ച ഉണ്ടോ? 100 ചില രൂപ കിട്ടുന്ന കമ്പൂച്ച ഉണ്ടോ? അപ്പോ ഈ ഏകദേശം ഈ 90ഓളം പ്രോഡക്റ്റ് വന്നു. ആ 90 പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും. വേണ്ട, കമ്പനി പറയുന്നു 20,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ചു വെക്കുക. അപ്പോ 1000 പോയിന്റ് സിംപിൾ പ്ലാനിൽ ചെയ്ത് നമ്മൾ മദർ പ്ലാനില് മദറിന്റെ മടിയിലേക്ക് എൻട്രി ചെയ്തു. അവിടെ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് 9 അത്ഭുത ഇൻകങ്ങൾ കിട്ടും. അത് നമ്മൾ ചെയ്യാനായിട്ട് അവിടെ എൻട്രി ചെയ്താൽ ഉടൻ ചെയ്യേണ്ടത് നമ്മൾ ഒരു IOC എടുക്കുക. എന്താണ് സിംഗിൾ IOC എന്ന് പറയുന്നത്? ഒറ്റ IOC എടുക്കുന്നു 20,000. 20,000 രൂപയുടെ IOC എടുത്താൽ നിങ്ങൾക്ക് ഏകദേശം 10,000 SV കിട്ടും, സെയിൽസ് വോളിയം. അതിൽ നിന്നാണ് കമ്മീഷൻ വരുന്നത്. ഏകദേശം 7,000 PV കിട്ടും. ഏകദേശം കേട്ടോ, 40 to 50% എന്ന് പറയാം. ഏകദേശം നമുക്ക് 7,000 PV കിട്ടും. അപ്പോ ഇത് 20,000 ആയിട്ട് നമുക്ക് എടുക്കാം.
അതിനല്ല, നമ്മൾ ഇത്തിരി സാമ്പത്തികം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സ്കീം പറയുക, 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുക്കുക. 10,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്താൽ ഏകദേശം 5,000 SV കിട്ടും, ഏകദേശം 3,500ഓളം PV കിട്ടും. ഇനി ശ്രദ്ധിക്കണേ, ഈ PV മുഴുവൻ സിമ്പിലേക്ക് പോയിക്കോളും. അപ്പൊ എന്താ ഗുണം? 20,000ന്റെ ഒരു IOC എടുത്തു, 7,000 PV നേരെ സിമ്പിലോട്ട് പോയി. നമ്മൾ ആരെയൊക്കെ IOC എടുപ്പിക്കുന്നു ആ PVകൾ ഇങ്ങനെ 7,000 ഒഴുകി അങ്ങോട്ട് ചെല്ലും, അല്ലേ? അങ്ങനെയാണെങ്കിൽ 7 പേര് IOC ടീമിലെടുത്താൽ 7 49,000 PV ആയി. അപ്പൊ അവിടെ നമ്മൾ ആരായിട്ട് മാറി? സ്റ്റാർ ഏജന്റ് കഴിഞ്ഞു പോയി, 45,000ത്തിന് മേലെയായിട്ട് മാറി. അപ്പൊ വേഗത്തിൽ നമ്മുടെ റാങ്ക് മാറാൻ സഹായിക്കും ഈ PV അങ്ങോട്ട് പോകുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ആകെ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ എവിടത്തെ ഇൻകം കിട്ടണമെങ്കിലും 1000 പോയിന്റ് എവിടെ ചെയ്യണം? നമ്മൾ അമ്മക്ക് കൊടുക്കണം, അതായത് സിമ്പിൾ പ്ലാനിൽ ചെയ്യണം. അതെന്തിനാണ് ചെയ്യണമെന്ന് അറിയാമോ? ഈ അമ്മ പ്ലാനിന്, മദർ പ്ലാനിന് 1000 PV കൊടുത്താൽ 9 ഇൻകം തന്ന് നമ്മളെ സഹായിക്കും ഇന്റർനാഷണൽ ട്രിപ്പ് അടക്കം. അപ്പൊ അവിടെ എപ്പോഴും എല്ലാ മാസവും ചെയ്യുക, ഒരിക്കൽ മാത്രം IOC എടുക്കുക. സിംഗിൾ IOC എടുത്തു എന്ന് ഓർത്തുകൊള്ളൂ. എടുത്തു, നമ്മൾ സിംഗിൾ IOC എടുത്തു, വർക്ക് തുടങ്ങി. സിമ്പിൾ IOC എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ 20,000ന്റെ IOC ആണ് എടുത്തത്. അത് നമ്മൾ ഒരെണ്ണം നമ്മൾ എടുത്തു, അതിനെ നമ്മൾ പറയുന്നതാണ് U1 എന്നാ പറയുന്നത്. U1 എടുത്തു. നമ്മുടെ കോഡ് പഴയത് തന്നെ കേട്ടോ, സിമ്പിൾ കോഡ് തന്നെയാണ്, 09900597 ആണെങ്കിൽ അത് തന്നെ. അതിന്റെ കൂട്ടത്തിൽ ഒരു IOC എടുത്തപ്പോൾ 01 കൂടി വന്നു, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം ചേർക്കുന്ന ആളെ വിളിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ, 1ാം തലമുറ എന്ന് പറയും. ആദ്യം ചേർക്കുന്നവര്, അവരിൽ നിന്ന് 15% കിട്ടും. അപ്പൊ 20,000 ആണെങ്കിലോ ഏകദേശം 10,000 SV, ആ SV-യുടെ 15% എന്ന് പറയുമ്പോൾ 1,500 രൂപ നമുക്ക് അവരിൽ നിന്ന് കിട്ടി. ഒരു ജോയിനിങ് വെച്ചാൽ 1,500 രൂപ, അല്ലെ? കേൾക്കാൻ തന്നെ രസമല്ലേ? രണ്ടാമത്തെ ജോയിനിങ് കൊണ്ടുവന്ന് വീണ്ടും 1,500. മൂന്നാമത്തെ ജോയിനിങ് നമ്മൾ നിരത്തി, നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ തിരശ്ചീനമായിട്ട്, ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ അണ്ടറിൽ നിരത്തി അങ്ങിടുക. എത്ര പേരെ ജോയിൻ ചെയ്യിക്കാം? എത്ര പേരെ ജോയിൻ ചെയ്യിക്കാം, അല്ലെ? എന്തുകൊണ്ട് 100 ആയിക്കൂടാ? എന്തുകൊണ്ട് 1000 ആയിക്കൂടാ? ഇതൊന്നും വേണ്ട, മിനിമം ഒരു 6 ആകാമല്ലോ. ആ ചേർക്കുന്നവരിൽ എല്ലാത്തിൽ നിന്ന് 1,500 വെച്ച് കിട്ടും, 15%, അല്ലെ? അത് 10,000 ആയാൽ നേരെ പകുതിയായി പോകും, 750 ആയി പോകും. ഓക്കെ, ദെൻ നമ്മൾ 20,000നെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് ജനറേഷനിൽ ഒരാൾ വന്നു, അതായത് നമ്മൾ കൊണ്ടുവന്ന ആള് മറ്റൊരാളെ കൊണ്ടുവന്നു, 2ാം തലമുറ. 2ാം തലമുറയിൽ നിന്ന് 10% കിട്ടും. അപ്പൊ 20,000 രൂപയാണെങ്കിൽ 10,000 SV, അതിന്റെ 10% എന്ന് പറയുമ്പോൾ 1,000 രൂപ നമുക്ക് കിട്ടും. ദെൻ തേർഡ് ജനറേഷൻ തൊട്ട് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അല്ലെ, 6th, 7th, 8th, 9th, 10th, 11th. എന്ത് ഡെപ്ത് ആണെന്ന് നോക്കിയേ. 11th എന്ന് കേട്ടപ്പോ നമുക്ക് എളുപ്പമായിട്ട് തോന്നി. ഈ താഴോട്ട് പോകുന്നത് പോലെ തന്നെ തിരശ്ചീനമായിട്ട് പോകുന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്, വെർട്ടിക്കലായിട്ട് താഴോട്ട് പോകുന്നത് പോലെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? എക്സാമ്പിൾ മനസ്സിലായോ? നമ്മൾ 6 പേരെ കൊണ്ടുവന്നു, അടുത്തത് 36 ആയി, അത് 216 ആയി, അങ്ങനെ പോണത്. അപ്പൊ താഴോട്ട് 11 തട്ട് വരെ, മൂന്നാമത്തെ തട്ട് തൊട്ട് 11 തട്ട് വരെ നമുക്ക് 5% വെച്ച് കിട്ടും. അപ്പോ 10,000ന്റെ അല്ലെ 20,000 എടുക്കുമ്പോൾ 10,000 SV, 10,000 SV-യുടെ 5% എന്ന് പറയുമ്പോൾ 500 വെച്ച് കിട്ടും. അപ്പൊ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് എത്ര കിട്ടി? 1,500 വെച്ച്. സെക്കൻഡ് ജനറേഷനിൽ നിന്ന് എത്ര കിട്ടി? 1000 വെച്ച്. തേർഡ് തൊട്ട് നമ്മുടെ 11th ജനറേഷൻ വരെ നമുക്ക് 500 വെച്ച് കിട്ടും. ഇനി അത് കഴിഞ്ഞാലോ 1.5% ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും അതും നമുക്ക് തരും. സോ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇതിലൊരു ചെറിയ മാജിക് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ 3x3 വർക്കൗട്ട് ചെയ്യണമെന്ന് ഓർത്തു. അതായത് നമ്മൾ ഒരു 3 പേർക്ക് IOC കൊടുത്തു. 6 പേരുണ്ടല്ലോ, നമ്മുടെ പ്ലാനിൽ 6 പേര് വേണമല്ലോ ഡയമണ്ട് ആകാൻ. അതിൽ 3 പേരെ IOC എടുത്തോളൂ. അവര് 3 പേർക്ക് കൊടുത്ത 9, അവര് 3 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 27, അവര് 3 പേർക്ക് കൊടുത്ത 81. പോയി 11ാമത്തെ തട്ടെത്തുമ്പോൾ നമുക്ക് 13 കോടി കിട്ടി. ഇടതുമില്ല വലതുമില്ല. നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കണ്ട, ബൈനറി പ്ലാൻ പോലെ. മാച്ചിങ് നോക്കണ്ട. ബൈനറി പ്ലാനിൽ എങ്ങനെയാണ്? ഒരു സൈഡിൽ 1000 പേര് വന്നു, രണ്ടാമത്തെ സൈഡിൽ 10 പേര് വന്ന 10ന്റെ മാച്ചിങ് കിട്ടുള്ളൂ, ബാക്കി എല്ലാം പോകും, അല്ലേ? നമുക്കതല്ല, ഈ പറയുന്ന 1000 പേരുടെയും കിട്ടും, ഈ 10ന്റെയും കിട്ടും, മാച്ചിങ് ഇല്ല. ഇനി നിങ്ങൾ ഇടിച്ചു പൊളിച്ച് ചെയ്ത് 1 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കി ഒരാഴ്ചയില്, പക്ഷെ നമുക്ക് അവിടെ 2.10 സീലിംഗ് ഉണ്ടാവും. ആ സീലിംഗ് അവർ തരുവുള്ളൂ. ഇവിടെ സീലിംഗ് ഇല്ല, അതേപോലെ തന്നെ മാച്ചിങ് ഇല്ല, അല്ലെ? ഒന്നുമില്ല. നേരെ വരുന്നതിൽ നിന്ന് മുഴുവൻ കാശ് കിട്ടും, വരുന്നതിൽ നിന്ന് മുഴുവൻ കാശ്. 11 തട്ട്. നമ്മുടെ സിമ്പിൾ പ്ലാനിൽ 5 തട്ടേ ഉള്ളേ,
11 തട്ടെന്ന് പറയുന്നതും വലുതാണ്. സോ 13 കോടി. അപ്പൊ വെറും 20,000 രൂപ നമുക്കറിയാലോ. 1 പവൻ സ്വർണത്തിന് 60,000 രൂപയുണ്ട്. 1 പവൻ സ്വർണമില്ലാത്ത ഒരു വീടും കേരളത്തിലില്ല. അങ്ങനെയാണെങ്കിൽ 20,000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ 20,000 രൂപക്ക് ഏകദേശം 22,000 23,000 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടി. അത് വിറ്റ് തീർന്നാൽ കാശ് തിരിച്ചു പോന്നു. ഇനി അങ്ങോട്ട് ഒരിക്കലും എടുക്കണ്ട, ലൈഫിൽ ഒരിക്കലേ ഉള്ള IOC. എന്നിട്ട് വെറും 3 പേർക്ക് കൊടുത്തു നമ്മള്. 20,000 രൂപ ഒന്നും ആരും ഞെട്ടുന്നതല്ല. കപ്പലണ്ടി കച്ചവടം ചെയ്യാൻ പറ്റൂല 20,000-ന്, മീൻ കച്ചവടം ചെയ്യാൻ പറ്റൂല, പെട്ടിക്കടയിൽ വെറ്റില കച്ചവടം ചെയ്യാൻ പറ്റൂല. ആ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ഗ്യാരണ്ടിയായി 13 കോടി നമുക്ക് കിട്ടും. 11 തട്ട് പോയിട്ടുണ്ട് 13 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ 1 കോടിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഓർത്തു അല്ലേ? നമ്മൾ പറയാറുണ്ട്, നമുക്ക് വീട് വെക്കണം 1 കോടി, നമുക്ക് വണ്ടി മേടിക്കണം 1 കോടി, നമുക്ക് കൊച്ചിന്റെ മാരേജ് ആണ്, ഇതെല്ലാം 1 കോടി അല്ലെങ്കിൽ 2 കോടിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. വീടും വണ്ടിയും മാരേജും വിദ്യാഭ്യാസവും നമ്മുടെ എല്ലാം അല്ലേ, നമുക്ക് ആവശ്യത്തിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ്. സോ 13 കോടി ഉണ്ടാക്കാൻ 3 ഇൻറ്റു മതി. 6 ഇൻറ്റു 6 പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. കാര്യം വിശ്വസിക്കാനായിട്ട് പറ്റില്ല. 18,139 കോടി ഉണ്ടാക്കാൻ പറ്റും 6 ഇൻറ്റു 6. 6 36 216 എന്ന് പറഞ്ഞു പോയാൽ ഏകദേശം 18,000 കോടി നമ്മുടെ തലയിലെത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ചെറിയ രൂപത്തിൽ IOC ഒന്ന് അനക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തില് എമർജൻസിക്ക് വേണ്ട ഫണ്ട് അവിടെ കിട്ടി. ഒന്നാമത്തെ ഗുണം, എമർജൻസിക്ക് വേണ്ട ഫണ്ട് അവിടെ നിന്ന് കിട്ടും. ഇനി ചെറുതായിട്ടൊന്ന് IOC അടയ്ക്കാൽ നമ്മുടെ ഫിനാൻഷ്യൽ ലയബിലിറ്റി പെട്ടെന്ന് തീർക്കാം. 50 ലക്ഷത്തിന്റെ കടമുണ്ട്, വേഗത്തിൽ തീർക്കാം. നമ്മുടെ ഒരു 6 കൂട്ടുകാരായിട്ട് ഇറങ്ങുക, IOC ചെയ്യിക്കുക. എന്നിട്ട് അതിൽ ചെയ്യുന്നത് ചിലപ്പോൾ 3 പേരെ ചെയ്യുള്ളൂ, അവർക്ക് ചെയ്യിക്കുക. ചിലപ്പോൾ അതിനകത്ത് ചില ആളുകൾക്ക് 2 ചെയ്യാൻ പറ്റുള്ളൂ, ചില ആളുകൾക്ക് 1 ചെയ്യാൻ പറ്റുള്ളൂ, ചില ആളുകൾ 10 വരെ ചെയ്യിച്ചു. നമ്പർ ഒന്നും നോക്കണ്ട, മാച്ചിങ് ഒന്നുമില്ല, കയറ്റി മാക്സിമം 11 തട്ടിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങളുടെ ഈ 50 ലക്ഷവും 1 കോടിയുടെയും പ്രശ്നം തീർക്കാനായിട്ട് IOC ഫാസ്റ്റ് ഇൻകം തരും. എത്ര കിട്ടുമെന്ന് നമുക്ക് അവരുടെ മുഖത്ത് നോക്കി കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും അല്ലേ? അതാണ്. മറ്റൊന്ന് സീഡ് സ്റ്റോക്ക് ആണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ടും പറയാണ് എനിക്കൊരു സോപ്പ് വേണം, ഞാനത് 20 കിലോമീറ്ററുള്ള ഷോപ്പിൽ ചെന്നിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വൈകിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതെടുത്ത് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? സോ അതിന് നല്ലതാണ്. പിന്നെന്താണ്, വൺസ് ഇൻ എ ലൈഫ്, ജീവിതത്തിൽ ഒരിക്കലേ ഉള്ള IOC. ഒന്ന് ആലോചിച്ചേ, ഒരിക്കൽ കല്യാണം നമ്മൾ പറയില്ലേ, കല്യാണം അങ്ങനെ പറഞ്ഞു കൂട്ടാൻ പറ്റില്ല, എന്നാൽ നമ്മൾ ഒരിക്കൽ എന്ന് പറയും അല്ലേ? എന്നാൽ ഇത് ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നില്ല, വരുന്നവന് ഒരു ചടങ്ങ് പോലെ നിങ്ങൾ സിമ്പിൾ ജോയിൻ ചെയ്യുന്നു, ഒരു IOC ചെയ്യുന്നു, സിമ്പിളിലേക്ക് പോകുന്നു. നിങ്ങൾ സിമ്പിൾ ജോയിൻ ചെയ്യുന്നു, IOC ചെയ്യുന്നു, സിമ്പിളിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോഴാ 9 ഇൻകം അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പം IOCയുടെ ക്വിക്ക് ഇൻകം വേഗത്തിൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്ത് മാക്സിമം 2 വർഷം കൊണ്ട് ഒരു ലൈഫിൽ വേണ്ട കാര്യം മുഴുവൻ IOC സമ്മാനിക്കും. സാമ്പിൾ IOC വെടിക്കെട്ട് പോലെ ഒരിക്കൽ ഒറ്റ മാസത്തേക്ക് കമ്പനി ഇട്ടു. ആ സമയത്ത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള രാധാചന്ദ്രൻ മേടിച്ചത് 3 ലക്ഷത്തോളം രൂപയാണ് ഒറ്റ ടീം കൊണ്ട്, ദിലീപ് സാറിന്റെ ടീം കൊണ്ട്. അൽസമാമ മേടിച്ചത് 3.5 ലക്ഷം രൂപയാണ് ഒറ്റ മാസം കൊണ്ട് സാമ്പിൾ. ആ സാമ്പിളിന് ശേഷം വീണ്ടും കമ്പനി സജീവമായിട്ട് ഇട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ അതിന്റെ തുടക്കം കഴിഞ്ഞ മാസമാണ്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക അല്ലെ? പെട്ടെന്ന് റാങ്ക് മാറിപ്പോകും. കാരണം PV വേഗത്തിൽ അടിച്ചു കയറും, പെട്ടെന്ന് റാങ്ക് മാറും, നമുക്ക് അതനുസരിച്ച് സ്റ്റാറ്റസ് മാറും, റിക്കഗ്നേഷൻ കിട്ടും, TSIP കിട്ടും. വേഗത്തില് നമുക്ക് അടുത്ത യാത്ര നമ്മൾ പോകുന്നത് റഷ്യയിലേക്കാണ് അല്ലെ, കസാക്കിസ്ഥാനിലേക്ക്. അവിടെ നമുക്ക് ഒന്നിച്ച് ഈ 80 പേർക്കും നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റും. സോ അതിനൊക്കെ സഹായിക്കുന്നതാണ് IOC. ഒരേ ഒരു കാര്യം കൂടി ഞാൻ പറയും, അത് നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കരുത്, ലീഡേഴ്സിനോട് മാത്രം പറയുക. ട്രിപ്പിൾ IOC എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ട്രിപ്പിൾ IOC അത് സാധാരണ പൈസ ഇല്ലെങ്കിൽ വേണ്ട, ചെയ്യണ്ട, നിർബന്ധമില്ല. നിങ്ങൾ 20,000 രൂപ ഒരെണ്ണം എടുത്തു, U1. 20 ഇല്ലെങ്കിൽ 10ന്റെ എടുത്തു, U1. അതിന്റെ താഴെ U2 എടുത്തു, 20 എടുക്കാം അല്ലെങ്കിൽ 10ന്റെ എടുത്തു. അതിന്റെ താഴെ U3 എടുത്തു. അപ്പൊ എന്താണ്, ബിനീഷ് 1, ബിനീഷ് 2, ബിനീഷ് 3. അതിന്റെ ഗുണം എന്താന്ന്, ഈ 3 കോടിയിലേക്കും പൈസ അടിച്ചു. എന്നിട്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് വെക്കേണ്ടത് എവിടെയാണ്? U3-യിൽ വെക്കുക. രമേശൻ 3, ധന്യ 3 അല്ലേ? ആ 3-യിൽ വെച്ചു കൊടുക്കും. 3-യിൽ നിങ്ങൾ വെച്ചാൽ എന്താ ഗുണമെന്ന് അറിയാമോ? ഫസ്റ്റ് ജനറേഷനിൽ നേരത്തെ കിട്ടിയത് എത്രയാണ്? 15%. ഇനി കിട്ടാൻ പോകുന്നത് 30%. ഒരാളെ 20,000-ന്റെ ജോയിൻ ചെയ്യിച്ചാൽ 10,000 SC 3,000 രൂപ വെച്ച് പറക്കി പേഴ്സിലേക്ക് ഇടാം. സെക്കൻഡ് ജനറേഷനിൽ നേരത്തെ കിട്ടിയത് 10%. ഇവിടെ കിട്ടാൻ പോണ എത്രയാണെന്ന് പറയുമ്പോൾ 20%. 2,000 രൂപ വെച്ച് നമുക്ക്
അപ്പൊ ഈ ഒന്നാമത്തെ ജനറേഷൻ നമ്മുടെ കൂട്ടുകാരനെ കൂടി വർക്കിന് പോകാൻ നിങ്ങൾക്ക് പെട്രോൾ കാശായി, അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ കാശായി. സെക്കൻഡ് ജനറേഷനിൽ നിന്ന് 2000 രൂപ വെച്ച് കിട്ടി, 20%. തേർഡ് ജനറേഷൻ തൊട്ട് 9 ജനറേഷൻ വരെ. അപ്പൊ 10, 11 എവിടെ പോയി? അതാണ് നമ്മൾ എടുത്തത്, 2 അപ്പോ ആ 9 ജനറേഷൻ വരെ 5% പകരം 15% കിട്ടും എന്ന് പറഞ്ഞാൽ 1500 രൂപ വെച്ച് പറക്കി എടുക്കാൻ പറ്റും നമുക്ക് 9 ജനറേഷൻ. പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ച വലിയ വരുമാനത്തിന്റെ പെരുമഴക്കാലം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതത്തെ വിളിക്കുന്ന പേരാണ് IOC പ്ലാൻ. സോ ലോക നെറ്റ്വർക്ക് ചരിത്രത്തിൽ ഒരാൾക്കും കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റാതെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഫാക്ടറി കൊണ്ടും പ്രോഡക്റ്റുകളുടെ എണ്ണം കൊണ്ടും ജെനുവിനിറ്റി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന DXN മഹാപ്രസ്ഥാനം. ഏത് സാധാരണക്കാരനും കടന്നു വരാവുന്ന സിമ്പിൾ പ്ലാൻ, ഒരു സോപ്പ് എടുത്തും ഒരു ചായ മേടിച്ചും കടന്നു വരും. ഏത് വ്യക്തിക്കും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്റെ ജീവിതത്തിൽ ഒരു ജന്മം കൊണ്ട്, ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹം 40 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം പ്രവർത്തിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കോൺസ്റ്റബിൾ തുടങ്ങി SP ആയിട്ട് മാറുന്നവരെ പ്രവർത്തിച്ചു. എന്തുകൊണ്ടാണ് DYSP നമ്മുടെ റാങ്കിൽ നമ്മുടെ DXലേക്ക് കടന്നു വന്നത്? രാജീവ് സാറ്, സിറാജ് സാറിന്റെ ടീമിൽ ഒരു ജന്മം കൊണ്ട് നേടുന്നത് 2 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. അതിന് പറ്റുന്ന IOC പ്ലാൻ. സുഹൃത്തുക്കളെ, എനിക്ക് ഒറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ. തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വലുത്, അറിവല്ല വലുത്, അല്ലെ? അറിവല്ല വലുത്. ഞാൻ MA കാരനാണ്, MSc കാരനാണ്, അതിലൊന്നുമല്ല കാര്യം. 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ധർമ്മശീലക്ക് അറിവല്ല ഉണ്ടായിരുന്നത്, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് DXNലൂടെ അവർക്ക് ഈ 50ാമത്തെ വയസ്സിൽ ഒരു പുതിയ കുഞ്ഞിനെ കൊടുത്തു. പ്രോഡക്റ്റിന്റെ പവർ. 2 വേലക്കാരുമായിട്ടാണ് അവർ വരുന്നത് ആ കുഞ്ഞിനെ നോക്കാൻ. അതിന് 35 ലക്ഷം രൂപ കൊടുത്ത ശക്തമായ സിംബ് പ്ലാൻ. ആ സിംബ് പ്ലാൻ മദർ പ്ലാൻ ആണെങ്കിൽ മാസ്റ്റർ പ്ലാൻ ആയിട്ട് അവതരിച്ചിരിക്കുകയാണ് IOC. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒരിക്കലും ഒരു മുയൽ ഓടിപ്പോകുന്നു. ആ മുയൽ ഓടിച്ച് പോകുമ്പോൾ അതിനെ പട്ടിയിട്ട് ഓടിക്കുകയാണ്. പട്ടി ഓടിക്കുന്ന സമയത്ത് മുയൽ ഓടുന്നു, ജീവനും കൊണ്ട് മുയൽ ഓടുകയാണ്, അല്ലെ? പട്ടി അതിനെ പിടിക്കാൻ ഓടുകയാണ്. മുയൽ ഓടിയിട്ട് ഒരു മാളത്തിൽ ഒളിച്ചു. ആ മാളത്തിനകത്തേക്ക് മുയൽ കയറിപ്പോയി. പട്ടി അതിന്റെ അരികത്ത് വന്ന് നിന്ന് കുരക്കുകയാണ്. പട്ടി അതിന്റെ അരികത്ത് വന്ന് നിന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിക്കറിയാം ഈ മാളത്തിനകത്ത് എന്തിരിക്കണ്ട, മുയലിരിക്കണ്ടെന്ന് അറിയാം. ഇത് ഈ പട്ടികൾ കുരക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, വേറെ ഒരു 6 പട്ടി വന്ന് നിന്ന് കുരക്കാൻ തുടങ്ങി അതിന്റെ ചുറ്റും. ഈ 6 പട്ടികൾ കിടന്ന് കുരക്കല്ലേ. അതിന്റെ കുര കേട്ടപ്പോ ഒരു 36 പട്ടി വന്ന് നിന്ന് കുരക്കാൻ തുടങ്ങി. അതിന് ഓളയിടാൻ തുടങ്ങി. അത് മുയലാണ്, പ്രേതമാണ്, എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. ഓളയിടാൻ തുടങ്ങി. 216 പട്ടികൾ വന്നു. ഈ പട്ടികളാണെങ്കിൽ ഒന്നും ചെയ്യണില്ല, എന്താണെന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കണേ. കുറെ കഴിഞ്ഞപ്പോ 216 തിരിച്ചുപോയി, 36 തിരിച്ചുപോയി, 6 തിരിച്ചുപോയി. ഒരാൾ മാത്രം പോയില്ല, ആദ്യത്തെ പട്ടി. ആ പട്ടിക്കാണ് അറിയാവുന്നത് ഇതിനകത്ത് നിധിയിരിപ്പുണ്ട്, ഇതിനകത്ത് മുയലിരിപ്പുണ്ട്. IOCയുടെ രൂപത്തിലും സിമ്പിന്റെ രൂപത്തിലും നിധിയിരിക്കുന്ന ഒരു വലിയ കുടമാണ് DXN. അത് തിരിച്ചറിഞ്ഞ് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറയും പലപ്പോഴും അനുഭവിച്ച പരിതാപകരമായിട്ടുള്ള അവസ്ഥ, ആ അവസ്ഥകളിൽ നിന്ന്, ആരോഗ്യപരമായിട്ട് അനുഭവിച്ച വിഷമങ്ങളിൽ നിന്ന്, സാമ്പത്തികമായിട്ട് അനുഭവിച്ച വിഷമങ്ങളിൽ നിന്ന് മാറി ജീവിതം ആരും സ്വപ്നം കാണുന്ന, ആരും അസൂയയോടെ കാണുന്ന, ആരും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് DXN പ്രോഡക്റ്റും പ്ലാനും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും DXNൽ വലിയ വിജയം, ബ്രൗൺ അംബാസിഡറായിട്ട് മാറാനും വലിയ വരുമാനം മേടിക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ്.